ലോകത്ത് എവിടെ എന്ത് പറഞ്ഞാലും ഉടൻ തീവ്രവാദി അഡ്രസ്സ് മുസ്ലിമീങ്ങളെ വെച്ച് ചുമത്തുന്നവർ ഇന്നും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മുടെ ബാംഗ്ലൂരും അഷറഫ് എന്ന് പറയുന്ന ഒരു സഹോദരനെ തല്ലിക്കൊന്ന ചരിത്രവും അതാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും പലരെയും തല്ലിക്കൊന്നിട്ടുണ്ട്. ഇവിടെ ആരും പ്രതികരിക്കാനോ തിരിച്ച് തല്ലിക്കൊല്ലാനൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ആരും പോയിട്ടില്ല. ക്ഷമാപൂർവമാണ് അന്നും ഇന്നുമൊക്കെ ഈ സമുദായം നിലകൊണ്ടിട്ടുള്ളത്. അങ്ങനെ ക്ഷമിച്ച് നാടും വീടും കൂടും വിട്ടുകൂടിപ്പോയിട്ട് അവിടെ പോലും വസിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ വന്നപ്പോൾ താൽക്കാലികമായി നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധിച്ചാലേ പറ്റൂ. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചിലരെ കൊണ്ട് അല്ലാഹു തആല പ്രതിരോധിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടുത്തെ മസ്ജിദുകളും ആരാധനപ്പുരകളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു എന്നുവരെ സൂറത്ത് തൗബയിൽ എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. പ്രതിരോധം അല്ലാതെ യുദ്ധത്തെ തേടുന്നതായിട്ട് കേൾക്കുമ്പോഴത്തേക്ക് സഹാബത്ത് എന്ത് ചെയ്ത് യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, നബി യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു? ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ആഫിയത്തിനെ നിങ്ങൾ ചോദിക്കണം, ശാന്തമായും സുഖമായും ജീവിക്കാവുന്ന അവസരം ചോദിക്കണം എന്നല്ലാതെ നിങ്ങൾ എന്ത് യുദ്ധത്തെ കൊതിക്കരുത്. എന്നാൽ വേണ്ടി വന്നാൽ, ആവശ്യമായി വന്നാൽ അന്നേരം നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്യരുത്. ഇതായിരുന്നു ഇസ്ലാമിന്റെ അധ്യാപനം. റസൂൽ അങ്ങനെയാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. നിങ്ങൾ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കരുത്, പക്ഷേ നിർബന്ധിതരായി തീർന്നു, യുദ്ധത്തിന് പോകേണ്ടി വന്നു. ഇങ്ങനെ വന്നാൽ പിന്നെ അവിടെ പിന്തിരിഞ്ഞോടരുത്. അത് വൻദോഷത്തിൽപ്പെട്ടതാണ്. അവിടെ നിന്ന് ഒന്നിലേക്ക് വിജയം, അല്ലെങ്കിൽ ഷഹീദാവുക, രണ്ടാലൊന്ന്. അതാണ് ഇസ്ലാമിന്റെ നടപടി. അല്ലാതെ എന്തല്ല, ഇസ്ലാമിൽ ആരെയും കൊല്ലാൻ വേണ്ടി വിട്ടിട്ടില്ല. ഇതൊക്കെ ചരിത്രം പഠിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളാണ്. ഈ മക്കയിൽ നിന്ന് ഇത്രയും പീഡനം 13 വർഷക്കാരെ ഏറ്റുവാങ്ങി ആ 13 വർഷം കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും 8 വർഷം കൂടെ പിന്നിട്ട് ഏതാണ്ട് 21 വർഷക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം മക്ക തിരിച്ചു പിടിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ ജീവൻ പോലും അപഹരിക്കപ്പെട്ടിട്ടില്ല.